നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. പലരും കുംഭമേളയെ കുറിച്ച്, മഹാകുംഭമേളയെ കുറിച്ച് പറയുന്ന സമയത്ത് എന്താണ് ബൈജു ജി അല്ലെങ്കിൽ ബൈജു സർദിന്റെ പ്രത്യേകത, ഇപ്പൊ നടക്കുന്ന കുംഭമേളയുടെ പ്രത്യേകത എന്താണ്, ഇത് 4 വർഷം കൂടുമ്പോൾ നടക്കുന്നതല്ലേ എന്നൊക്കെ പലരും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നോക്കൂ, 4 വർഷം കൂടുമ്പോൾ കുംഭമേള നടക്കാറുണ്ട്. 12 വർഷം കൂടുമ്പോൾ, അതായത് 4 വർഷങ്ങൾ കൂടി അങ്ങനെ അങ്ങനെ 12ാമത്തെ വർഷമാകുമ്പോൾ നടക്കുന്നതാണ് പൂർണ്ണ കുംഭമേള എന്ന് വിളിക്കുന്നത്. ഈ 12 വർഷം കൂടുമ്പോൾ നടക്കുന്നത് പൂർണ്ണ കുംഭമേളയാണെങ്കിൽ 144 വർഷം, അതായത് 12 പൂർണ്ണ കുംഭമേള, 12 വർഷം കൂടുമ്പോൾ നടക്കുന്നത് പൂർണ്ണ കുംഭമേളയാണ്. അത്തരത്തിലുള്ള 12 പൂർണ്ണ കുംഭമേള ചേരുമ്പോഴാണ് മഹാകുംഭമേളയായി മാറുന്നത്. അത് 144 വർഷം പിടിക്കും. സാധാരണ 4 വർഷത്തിൽ നടക്കുന്നത് കുംഭമേള, 12ാമത് വർഷം നടക്കുന്നത് പൂർണ്ണ കുംഭമേള, ഇനിയോ 144ാമത്, അതായത് ഈ 12 വർഷം നടക്കുന്നത് 12 തവണ നടക്കുമ്പോൾ മഹാകുംഭമേള. അത്തരത്തിലുള്ള 144 വർഷങ്ങൾ കൂടുമ്പോൾ വരുന്നതാണ് ഈ നടക്കുന്ന മഹാകുംഭമേള. അതിനെ ഇത്ര ലളിതമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പലരും ചോദിക്കാറുണ്ട് എന്താണ് ഇതിന്റെ പ്രത്യേകത ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതിന്റെ. കാരണം ഇപ്പൊ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളുകളൊക്കെ ഇനി അടുത്ത 144 വർഷങ്ങൾ, ജനിച്ച കുഞ്ഞാണെങ്കിൽ പോലും ഒരു ദിവസം പോലും ആയിട്ടില്ല, അങ്ങനെ പിറക്കാൻ പോകുന്ന വയറ്റിലുള്ള കുഞ്ഞുങ്ങൾക്ക് പോലും അടുത്ത 144 വർഷം കഴിഞ്ഞു വരുന്ന ഈ കുംഭമേള അതിൽ പങ്കെടുക്കാനാവുമോ എന്നുള്ളത് സംശയം തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിന് ഇത്ര പ്രാധാന്യം വരുന്നത്. അതുകൊണ്ടാണ് മലയാളികൾ എല്ലാത്തിനെയും പുച്ഛത്തോടെയും പരിഹാസത്തോടെയും ചവിട്ടിമെതിച്ച് ഹിന്ദുവിനെ എവിടെയൊക്കെ നാറ്റിക്കാൻ പറ്റുമോ അതൊക്കെ നാറ്റിക്കുന്ന മലയാളികൾ, എന്നാൽ ഞാൻ വലിയ പ്രബുദ്ധനാണെന്നും പറഞ്ഞു നടക്കുന്ന ഹിന്ദു നാമധാരികളും ക്രിസ്ത്യൻ നാമധാരികളും മുസ്ലിം നാമധാരികളുമായിട്ടുള്ള ഈ മലയാളികൾ, അവർക്ക് ഇതിന്റെ പ്രാധാന്യം അറിയില്ല. എന്നിരുന്നാൽ പോലും ലക്ഷക്കണക്കിന് മലയാളികൾ ഇതിന്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് ഇന്നും കുംഭമേള നഗരിയിലേക്ക് ഒഴുകുകയാണ്. ഇനിയും നിങ്ങൾക്ക് പോകാനുള്ള അവസരമുണ്ട്. 23-ാം തീയതി വരെ, അതല്ലെങ്കിൽ ഫ്ലൈറ്റിനൊക്കെ ആണെങ്കിൽ 25-ാം തീയതിയും 26-ാം തീയതിയും വരെ നിങ്ങൾക്ക് പോകാൻ പറ്റും. 26-ാം തീയതിയോടുകൂടിയാണ് മഹാകുംഭമേളയ്ക്ക് തിരശ്ശീല വീഴുന്നത്. പിന്നെ 144 വർഷങ്ങൾക്ക് ശേഷമാണ് മഹാകുംഭമേള വരിക. ഓരോ 4 വർഷം കൂടുമ്പോഴും കുംഭമേള വരും. 12 വർഷം കൂടുമ്പോൾ പൂർണ്ണ കുംഭമേള വരും. മഹാകുംഭമേള മാത്രമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രത്യേകത. ചെറിയൊരു എക്സ്പ്ലനേഷൻ തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ക്ഷമിക്കണേ, ചുമ കഫക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു കുംഭമേള കഴിഞ്ഞു വന്നതുകൊണ്ട്, അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഇനി നമ്മുടെ വിഷയം ഇതൊന്നുമല്ല. ഞാൻ നിങ്ങൾക്കൊരു ദൃശ്യം കാണിച്ചു തരാം. ഈ ദൃശ്യം നടക്കുന്നത് മറ്റെവിടെയല്ല, കുംഭമേളയിൽ തന്നെയാണ്. കുംഭമേളയിൽ സെക്ടർ 18-ലാണ് ഈ ദൃശ്യങ്ങൾ നടക്കുന്നത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സെക്ടർ 18 എന്ന് പറയുമ്പോൾ അത് എന്താ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അതായത് കുംഭമേള നഗരി ഏകദേശം 26 മുതൽ 26ഓളം സെക്ടറുകളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഏകദേശം ഓരോ സെക്ടറും 2 കിലോമീറ്റർ ചുറ്റളവിലാണ്. അത്തരത്തിൽ സെക്ടർ 18-ൽ നടക്കുന്ന തിരക്ക് പിടിച്ച കുംഭമേള വിശ്വാസികളുടെ ഇടയിൽ ഒരുത്തൻ വന്നുകൊണ്ട്, നമുക്കറിയാം എവിടെ ശാന്തിയും സമാധാനവും തകർക്കാൻ വേണ്ടി എവിടെയൊക്കെ അവസരം കിട്ടുമോ അവിടെയൊക്കെ വന്നുകൊണ്ട് ഈ നടത്തുന്ന കലാപരിപാടിയെ കുറിച്ച് നമ്മൾക്കറിയാം. അത്തരത്തിൽ ഇവർ എവിടെയൊക്കെ സമാധാനത്തിന്റെ മതമാണെന്ന് പറഞ്ഞാലും ഏത് രീതിയിലൊക്കെയാണോ സമാധാനം തകർക്കാൻ പറ്റുക, അത് നമ്മുടെ നാട് എന്ന് മാത്രമല്ല ലോകത്താകമാനം നമ്മൾ കണ്ടിട്ടുണ്ട്. എത്രയോ വിദേശ രാജ്യങ്ങളിലൊക്കെ നടു റോഡിൽ ഇവന്മാർ ഈ കാട്ടിക്കൂട്ടുന്നത്. ഇത് സത്യത്തിൽ നമ്മൾ കേൾക്കാറുണ്ട്. നല്ല മുസ്ലിങ്ങളുണ്ട്, എല്ലാ മുസ്ലിങ്ങളും ഇതുപോലെ അല്ല സംസ്കാരമുള്ളത്, അതല്ലെങ്കിൽ യഥാർത്ഥ സമാധാനത്തിന്റെ കാംക്ഷികളായിട്ടുള്ള മുസ്ലിങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഇത്തരത്തിൽ കാണിക്കുന്ന ഇതിനെ ശുദ്ധ തെമ്മാടിത്തരം എന്നല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഈ കുംഭമേള നഗരിയിൽ ഈ വിശ്വാസികളുടെ ഇടയിലായതുകൊണ്ട് അയാൾക്കൊന്നും സംഭവിക്കുന്നില്ല. അയാളെ തോണ്ടിക്കൊണ്ട് സംസാരിക്കുന്നത് അയാളുടെ കൂടെ വന്ന ഒരാൾ തന്നെയാണ്. അല്ലാതെ അവിടെ പോലീസ് നോക്കി നിൽക്കുന്നുണ്ട്, വിശ്വാസികൾ ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികൾ നോക്കി നിൽക്കുന്നുണ്ട്. ആരും അയാളെ തടയുകയോ അയാളെ എന്തെങ്കിലും ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇനി ഇത് നേരെ തിരിച്ചാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പൊ നമുക്കറിയാം ഇവരുടെയൊക്കെ ഹജ്ജ് കർമ്മം നടക്കുന്ന, വേണ്ട ഹജ്ജ് കർമ്മം ഒക്കെ വിട്ട, അതൊക്കെ വലിയ കർമ്മങ്ങളാണ് നേരിട്ട്, അത് വേണ്ട. ഇവിടെ ഇവരുടെ വല്ല ആണ്ട് നേർച്ചയോ അതല്ലെങ്കിൽ ഇവരുടെ മുസ്ലിം മോസ്കിൽ നടക്കുന്ന എന്തെങ്കിലും ആഘോഷം, ആ ആഘോഷത്തിനിടയ്ക്ക് ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അവരവരുടെ വിശ്വാസപ്രകാരം എന്തെങ്കിലും ഇതിന്റെ ഇടയിൽ നടുവിൽ പോയി നിന്ന് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇത്തരത്തിൽ കാണിക്കുന്ന ഇതിനെ ശുദ്ധ തെമ്മാടിത്തരം എന്ന് നമ്മൾ വിളിക്കുമ്പോൾ അതിനെ വർഗീയത പറയുന്നു, വർഗീയവാദം
വർഗീയവാദി ബൈജു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാമർശങ്ങൾ നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട നല്ല മുസ്ലിങ്ങളെ, നിങ്ങളിൽ നല്ലവരുണ്ടെങ്കിൽ ഒരു ചോദ്യം നിങ്ങളിലേക്ക് ഇടുകയാണ്. ഏതെങ്കിലും ഒരു മുസൽമാൻ ഇതിനെതിരെ പ്രതികരിച്ച് സംസാരിക്കുകയോ അതല്ലെങ്കിൽ ചിലപ്പോൾ മനസ്സുകൊണ്ടൊക്കെ പറയുകയോ എന്ത് ചങ്ങാതി കാട്ടുന്നത്, സമാധാനം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഇടയിൽ പോയിട്ട് നിനക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ മനസ്സുകൊണ്ട് ചിലപ്പോൾ ചോദിച്ചെന്ന് വരാം. പക്ഷെ എന്നിരുന്നാലും മനസ്സുകൊണ്ട് ചോദിക്കുന്ന, അത് എത്ര കമ്മ്യൂണിസ്റ്റുകാരനായിക്കോട്ടെ, കോൺഗ്രസ്സുകാരനായിക്കോട്ടെ, എത്ര മതേതര മുസ്ലിം ലീഗുകാരനായിക്കോട്ടെ, ഇവർ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ചോദിക്കില്ല ഇത് ചെയ്തത് ശുദ്ധ തെണ്ടിത്തരമാണ്, തെമ്മാടിത്തരമാണെന്ന് ഇവന്മാർ പറയില്ല. അതാണ് ഇവിടത്തെ ഇവരുടെ ഒരുമ, അതല്ലെങ്കിൽ പ്രത്യേക കൂട്ടക്കാരുടെ സമാധാനം എന്നുള്ളത് എടുത്ത് പറയേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് മറ്റേതെങ്കിലും മതസ്ഥരായിരുന്നു ഇവരുടെ ഇടയിൽ പോയി ചെയ്തതെങ്കിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ കലാപാന്തരീക്ഷം എന്നൊന്നും പറയണ്ടല്ലോ. ഇനി ഇവിടെ ഈ കുംഭമേള, മഹാകുംഭമേള നടക്കുന്നു, 144 വർഷങ്ങൾക്കിടയിൽ നടക്കുന്ന മഹാകുംഭമേള അലങ്കോലമാക്കാൻ വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു എന്നുള്ളതൊക്കെ നമ്മൾക്കറിയാം. തീവ്രവാദികളെ ഒരുപാട് എണ്ണത്തിന് ഉത്തർപ്രദേശ് പോലീസ്, യോഗി ആദിത്യനാഥ് വര്യന്റെ പോലീസ് പിടിച്ച് കൊടുക്കേണ്ട പോലെ തന്നെ നല്ല രീതിയിൽ കൊടുത്തൊക്കെ സ്വീകരിച്ച് ഞൊണ്ടി നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. എന്തായാലും ഇപ്പൊ കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത, ചന്ദ്രിക അടക്കമുള്ള മീഡിയ വൺ അടക്കമുള്ള ചാനലുകാരും പത്രങ്ങളും ഒക്കെ പ്രസിദ്ധീകരിച്ചൊരു വാർത്ത ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, നമുക്കറിയാം ഇപ്പോ അയോധ്യ ക്ഷേത്രം, ഈ അയോധ്യ ക്ഷേത്രം നിർമ്മിച്ചത് ബാബറി മസ്ജിദ് പൊളിച്ചിട്ടാണ് എന്ന് നമുക്കറിയാം. പക്ഷെ ഈ ബാബറി മസ്ജിദ് പൊളിച്ചത് അയോധ്യ രാമജന്മഭൂമി ക്ഷേത്രം പൊളിച്ചിട്ടായിരുന്നു എന്നുള്ളത് ഒരു പരിധിവരെ ആരും അറിഞ്ഞാലും മിണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നമ്മൾ ഗുജറാത്ത് കലാപം എന്ന് നമ്മൾ ഈ പുട്ടിനിടെ പേര് ഇടുന്ന പോലെ കേൾക്കാറുണ്ടല്ലോ. പക്ഷെ ആരെങ്കിലും ഗോത്ര കലാപത്തെ കുറിച്ച് കേൾക്കാറുണ്ടോ? ഗോത്ര കലാപം, ഗോത്ര സംഭവം എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? ഇല്ല. എന്താണ്? 50-നടുത്ത് വരുന്ന 48-49 വരുന്ന സന്യാസി വര്യന്മാരെ 2 ബോഗി നിറയുള്ള, ഒരു ട്രെയിനിലെ 2 ബോഗി നിറയുള്ള സന്യാസി വര്യന്മാരെ ചുട്ടുകൊന്നതാണ് ഗോത്ര സംഭവം. ഈ ചുട്ടുകൊന്ന ഗോത്ര സംഭവത്തിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിരുന്നു എന്ത്? ഗുജറാത്ത് കലാപം. കാരണം ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട ഹിന്ദു തിരിച്ചടിച്ചതാണ് ഗുജറാത്ത് കലാപം. ആ ഹിന്ദുവിനെ തിരിച്ചടിക്കാൻ വേണ്ടി, ക്ഷമയുടെ നെല്ലിപ്പലകയും തകർക്കാൻ വേണ്ടി ജിഹാദികൾ ചെയ്തതാണ് ഗോത്ര സംഭവം. അതുപോലെ തന്നെയാണ് രാമജന്മഭൂമി ക്ഷേത്രം. അതായത് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ അവിടെ നിലനിന്നിരുന്ന ക്ഷേത്രം തകർത്തുകൊണ്ട് ബാബർ എന്ന് പറയുന്ന ഒരു സ്വവർഗരതിക്കാരൻ, സ്വവർഗരതി എന്ന് പറഞ്ഞാൽ എന്താണ്? ആണുങ്ങളുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, അതിനെയാണ്, അതല്ലെങ്കിൽ പെണ്ണുങ്ങളുമായിട്ടുള്ള ഈ സെയിം ലിംഗം അവർ തമ്മിൽ ബന്ധപ്പെടുന്നതിനാണ് സ്വവർഗരതി എന്ന് പറയുന്നത്. അത്തരത്തിൽ സ്വവർഗ പ്രേമിക്കാരനായിട്ടുള്ള ഒരു ബാബർ എന്ന് പറയുന്ന ദുഷ്ടനായിട്ടുള്ള ഒരു അധിനിവേശ ചക്രവർത്തി, അയാൾ ഈ രാമജന്മഭൂമി ക്ഷേത്രത്തിന്റെ മുകൾ വശമൊക്കെ അടിച്ച് നിരത്തി പരത്തിക്കൊണ്ട് അവിടെ എന്താണ്? ഞമ്മന്റെ സമാധാനത്തിന്റെ മകുടി കൊണ്ട് അവിടെ വെക്കുന്നു. അത്തരത്തിൽ പിന്നീട് അത് ബാബറി മസ്ജിദ്, ബാബർ സ്ഥാപിച്ചത് കൊണ്ട് ബാബറി മസ്ജിദ്. ഇനി ഇയാളുടെ സ്വവർഗ ഇരയായിട്ടുള്ള, അതല്ലെങ്കിൽ ഇണയായിരുന്ന ബാബറിയുടെ പേരിൽ സ്ഥാപിച്ചതാണ്. ബാബറി വെള്ളത്തിൽ മുങ്ങി ചാവുക അങ്ങനെ എന്തോണ് ചെയ്ത് ഇവൻ സ്വവർഗരതി നടത്തുന്ന സമയത്തോ എന്തോ, അത് ചരിത്രമാണ്. അങ്ങനെ ചത്തതിന്റെ പേരിൽ വിഷമം തീർക്കാൻ വേണ്ടി സ്മാരകമായിട്ട്, നമുക്കറിയാം താജ്മഹൽ സ്മാരകമാണല്ലോ, പക്ഷെ ഈ താജ്മഹൽ നിർമ്മിച്ച ശില്പിയുടെ കൈകൾ വെട്ടിമാറ്റിയിട്ടുണ്ട് ഈ പറയുന്ന താജ്മഹൽ നിർമ്മിച്ച ചക്രവർത്തി എന്നുള്ളത് ആരും പറയില്ല. അത്രയ്ക്കും ദുഷ്ടരാണ്. അതിനയാൾ കണ്ടെത്തിയ ന്യായം എന്തായിരുന്നു? ഇനി ഇതുപോലെ ഈ താജ്മഹലിന്റെ അത്രയുള്ള ഗംഭീരമായിട്ടുള്ള ഒരു പൈതൃകവും ഈ സ്മാരകവും ഉണ്ടാക്കാൻ ഈ ശില്പിയുടെ കൈകൾ ഉണ്ടാവരുതെന്നും പറഞ്ഞിട്ടാണ് ഈ ഷാജഹാൻ ചക്രവർത്തി തന്റെ മുംതാസ് എന്ന് പറയുന്ന ആ ഒരു പ്രേമഭാജനം, ഭാര്യയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത്. എന്നിട്ട് ഈ ഭാര്യയുടെ അനിയത്തിയെ തന്നെ പിന്നീട് കെട്ടും ചെയ്തു. അപ്പൊ എന്താണ് ഇയാളുടെ സ്നേഹം, അതല്ലെങ്കിൽ ഉദാത്തമായ പ്രണയത്തിന്റെ എന്നൊക്കെ വാഴ്ത്തുമ്പോൾ എവിടെയാണ് ഇതിൽ ഉദാത്തം എന്നൊക്കെ നമ്മൾ പിന്നീട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം. അത്തരത്തിൽ ഈ പറയുന്ന ബാബറി മസ്ജിദ് അത് തകർത്തുകൊണ്ട് ഹിന്ദുവിന്റെ ക്ഷമ നശിച്ചപ്പോൾ അവിടെ എന്തുണ്ടായി? അയോധ്യ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു. അതും പൂർണ്ണമായിട്ടുള്ള കോടതി, സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ചരിത്ര ഗവേഷണം നടത്തി ഇതിനടിയിൽ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പൂർണ്ണ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഉത്തരവിട്ടത്. അപ്പോൾ ഇവിടെ ഭാരതത്തിന്റെ പരമോന്നത കോടതിയായാലും നീതിന്യായ വ്യവസ്ഥയായാലും അതിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറയുന്ന 2 കൂട്ടരെ നമുക്ക് പല പല സന്ദർഭങ്ങളിൽ കാണാൻ പറ്റും. അതിൽ ഒരു കൂട്ടരാണ് നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനൽ, മീഡിയ വൺ അടക്കം, അതല്ലെങ്കിൽ ചന്ദ്രിക പത്രം, മാധ്യമം, പിന്നെ സഖാക്കന്മാരെയും കാണാൻ പറ്റും. ഇവർക്കൊന്നും ഈ ഭാരതത്തിന്റെ നീതിന്യായ വ്യവസ്ഥയിലൊന്നും വലിയ വിശ്വാസമൊന്നും പോരാ. അവർക്ക് വിശ്വാസമുള്ളത് പാകിസ്ഥാന്റെയും ചൈനയുടെ ഒക്കെ ഇതിലാണ് എന്നുള്ളതാണ്. ഏതായാലും ഈ പറയുന്ന അയോധ്യ ക്ഷേത്രത്തിലെ ആ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞത് മുതൽ, ആദ്യകാലം മുതൽ എത്രയോ വർഷങ്ങൾ പൂജിച്ചുകൊണ്ടിരുന്ന മുഖ്യ പൂജാരി കഴിഞ്ഞ ദിവസം അന്തരിച്ചു, സമാധിയായി എന്ന വാർത്ത നമ്മളൊക്കെ കണ്ടു. പക്ഷെ
ഈ ചന്ദ്രിക ദിനപത്രത്തിൽ അത് എങ്ങനെ കൊടുത്തെന്നറിയാമോ? ബാബറി മസ്ജിദ് തകർത്ത ഭൂമിയിൽ നിർമ്മിച്ച രാമക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി അന്തരിച്ചു. ഇവന്റെയൊക്കെ മനസ്സിൽ ആ വൃണം ഇങ്ങനെ ഒഴുകുന്നത് നോക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഗോത്ര കലാപം, ഗോത്ര സംഭവത്തെ കുറിച്ച് ആരും അറിയില്ല, പക്ഷെ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് രാമജന്മഭൂമി ക്ഷേത്രം തകർത്ത് അതിനു മുമ്പിൽ ബാബറി മസ്ജിദ് കെട്ടിപ്പൊക്കി. ആ കെട്ടിപ്പൊക്കിയത് തകർത്തുകൊണ്ട് ഹിന്ദു അവന്റെ രാമജന്മഭൂമി ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി നിയമ പോരാട്ടം നടത്തി 4 നൂറ്റാണ്ടോളം, 400 ചില്ലാനും വർഷത്തോളം നിയമ പോരാട്ടം നടത്തി അവസാനം നിയമ വിജയം കണ്ടു. സുപ്രീം കോടതി തന്നെ വിധി പ്രകാരം അവിടെ ക്ഷേത്രം നിർമ്മിച്ചു. അപ്പോ ഇവിടെ സുപ്രീം കോടതി വിധിയോ അതല്ലെങ്കിൽ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയോ ഭരണഘടനയോ ഒന്നും ഞമ്മക്ക് ബാധകമല്ല. അതുകൊണ്ടാണ് ചന്ദ്രിക പത്രം ഇങ്ങനെ എഴുതിയത്: ബാബറി മസ്ജിദ് തകർത്ത ഭൂമിയിൽ നിർമ്മിച്ച രാമക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി അന്തരിച്ചു. അതായത് ഈ ബാബറി മസ്ജിദ് തകർത്ത ആ ഭൂമി ഈ ക്ഷേത്രഭൂമിയാണെന്ന് കണ്ടെത്തിയതും അത് വിധി പ്രകാരം തന്നെ സുപ്രീം കോടതിയുടെ വിധി പ്രകാരമാണ് അവിടെ ക്ഷേത്രം നിർമ്മിച്ചതെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അതൊന്നും ഞമ്മൻ സമ്മതിക്കാൻ തയ്യാറല്ല എന്നുള്ള ഈ ചന്ദ്രിക പത്രത്തിന്റെ കുരുപൊട്ടലൊക്കെ നമ്മൾ കാണാറുണ്ട്. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ മീഡിയ വൺ അടക്കമുള്ള, മാധ്യമം അടക്കമുള്ള ഒരുപാട് പത്രങ്ങളൊക്കെ ഇതുപോലെ രാജ്യവിരുദ്ധമായിട്ടുള്ള, രാജ്യദ്രോഹപരമായിട്ടുള്ള വാർത്തകൾ ചമച്ചാലും അതെല്ലാം ഒരു കണ്ണുകൊണ്ട് കണ്ട് മറ്റേ കണ്ണുകൊണ്ട് പുറത്തോട്ട് വിടുന്ന സിസ്റ്റമാണ് ഇവിടുത്തെ നിയമപാലകർ പോലും ചെയ്യാറ്, ഭരണാധികാരികൾ ചെയ്യാറ് എന്നുള്ളതാണ്. ഇപ്പോ ഇതേ രീതിയിൽ ഇപ്പൊ നമ്മുടെ ഒരു ചെറിയ കുഞ്ഞു ന്യൂസ് ചാനലാണ്. ഈ ന്യൂസ് ചാനലിൽ ഇതുപോലെ വല്ലവന്മാരും ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ മരിച്ചുപോയി എന്ന് കരുതാം. ആ ചങ്ങാതിയെ കുറിച്ച് നമ്മൾ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, രാമജന്മഭൂമി ക്ഷേത്രം തകർത്ത് അവിടെ ഈ പറയുന്ന ഈ ക്ഷേത്രം തകർത്ത ഈ ചങ്ങാതി മരിച്ചു എന്ന് നമ്മൾ പറഞ്ഞ എന്തായിരിക്കും അവസ്ഥ? അവിടെ 153 വരും, മതസ്പർദ്ധ വരും, മതസ്പർദ്ധ അതിന്റെ മേലെയുള്ള കലാപശ്രമമൊക്കെ വരും. പക്ഷെ ചന്ദ്രിക പോലെയുള്ള ജിഹാദികൾ നടത്തുന്ന, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ലോകം കണ്ടിട്ടുള്ള തീവ്രവാദികൾ നടത്തുന്ന, അവരുടെ ഫണ്ടിങ്ങിൽ നടത്തുന്ന ചാനലുകാരും പത്രങ്ങളും പറഞ്ഞാൽ ഈ കേരളത്തിൽ അത് മതേതരമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ പറഞ്ഞത്, ചന്ദ്രിക ബാബറി മസ്ജിദ് തകർത്ത ഭൂമിയിൽ നിർമ്മിച്ച രാമക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി അന്തരിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പോസ്റ്റർ രീതിയിൽ അടിച്ചിറക്കി വിട്ടത്. ഒരു മനസുഖം, കാരണം അറിയാം ഇവന്മാർക്കൊക്കെ വല്ലാതെ കളിച്ചു കഴിഞ്ഞാൽ അവസാനം ഹിന്ദുവിന്റെ ആ ഒരു സ്വാഭിമാനം വീണ്ടെടുത്തുകൊണ്ട് ഹിന്ദു അങ്ങോട്ട് കുതിച്ചുയർന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. എന്തായാലും നമ്മുടെ വിഷയം അതിൽ നിന്ന് വ്യതിചലിച്ച് പോയതല്ല, ഈ പറയുന്ന കുംഭമേളയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് കൂട്ടിച്ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരത്തിൽ ഒരു ഹിന്ദുവിന്റെ ആഘോഷം നടക്കുന്നതിന് ഇടയിൽ വന്നുകൊണ്ട് ഈ പറയുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ അവരുടെ മനസ്സ് വേദനിപ്പിക്കാൻ, വ്രണപ്പെടുത്താൻ വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് വന്നുകൊണ്ട് അവിടെ കലാപം ഉണ്ടാക്കാൻ വേണ്ടി വന്ന ഒരു സുഡാപ്പിയുടെ ആ നമാസ് നിസ്കാരം, ഇവർ പടച്ചവനെ ധ്യാനിക്കുകയാണ്, അതല്ലെങ്കിൽ നിസ്കരിക്കുന്നതിനെയാണല്ലോ ഇവർ ഈ നമാസ് എന്ന് പറയുന്നത്. അവനെ തോണ്ടി വിളിക്കുന്നത് അവന്റെ സുഹൃത്തുക്കൾ തന്നെയാണ്, അല്ലാതെ ഒരു വിശ്വാസിയോ പോലീസുകാരനോ ഒന്നുമല്ല. ഇത് ഈ ഇന്ത്യയിൽ മാത്രമായതുകൊണ്ട് കാണുന്ന ഒരു സംഭവമാണ്. നേരെ തിരിച്ച് വല്ലതും ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ നമ്മൾക്കറിയാം. അപ്പം ഇതാണ് ഓരോ ഹിന്ദുവിന്റെയും, അതല്ലെങ്കിൽ ഇവിടത്തെ സഹിഷ്ണുത എന്ന് ചോദിച്ചാൽ എന്താണ് സഹിഷ്ണുത എന്നുള്ളത്? ഹിന്ദുവിന്റെ ഈ മഹാഭൂരിപക്ഷം വരുന്ന ഈ ഹിന്ദുസ്ഥാനിൽ ഹിന്ദു ഇത്രയും കാലം ഒരു രണ്ടാം കിട പൗരനായി ജീവിക്കേണ്ടി വന്നു. ഹിന്ദുവിന്റെ സകല അവകാശങ്ങളും ഇവിടെ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും മറ്റു ന്യൂനപക്ഷം എന്ന പേരിൽ വിഭജിച്ച് നൽകിയപ്പോഴും ഹിന്ദു ഒന്നും മിണ്ടിയില്ല. അത്തരത്തിൽ ഹിന്ദു 6.5 പതിറ്റാണ്ട് ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിൽ ജീവിച്ചതൊക്കെ നമ്മൾക്കറിയാം. അതിനുശേഷം 2014 ശേഷം നരേന്ദ്രമോദിജി അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ ഇപ്പോഴും ഹിന്ദുവിന് ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യവും കിട്ടുന്നില്ല എന്ന് നമ്മൾക്കറിയാം. എന്നാൽ ഇവിടെ ന്യൂനപക്ഷ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാവരുത്, സമ്പത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇവിടെ ഈ പറയുന്ന ആനുകൂല്യങ്ങൾ കിട്ടേണ്ടത് എന്ന ചിന്ത ഇനിയെങ്കിലും വരും നാളുകളിൽ വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം ഇനി എന്തായാലും RSS പിന്നിൽ നിന്ന് നയിക്കുന്ന BJP ആയാലും മറ്റ് NDA എന്നുള്ള ഘടക വലിയ ആ ഒരു കൂട്ടുകെട്ടാണെങ്കിലും ഭരണം ഇനി അവരിൽ സുസ്ഥിരമാണ്, സുരക്ഷിതമാണ് എന്നിരിക്കെ ഇനി മാറ്റം ഭാവിയിൽ വരുമെന്ന വിശ്വാസത്തോടെ തന്നെയാണ് ഓരോ ഭൂരിപക്ഷ സമുദായമായിട്ടുള്ള ഓരോ ഹിന്ദുസ്ഥാനിലെയും ഹിന്ദു ഇത് ചിന്തിച്ച് ജീവിക്കുന്നതെന്ന് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ലോകത്താകമാനം മുസ്ലിം രാഷ്ട്രങ്ങൾ എത്രയുണ്ടെങ്കിൽ പോലും ആ മുസ്ലിം രാഷ്ട്രങ്ങളിൽ പോലും മുസ്ലിങ്ങൾക്ക് ശാന്തിയും സമാധാനവും കിട്ടാത്ത രീതിയിൽ, എന്നാൽ ഭാരതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടിയും എത്രയാണോ ജനസംഖ്യ അതിന് പെരുകുന്ന രീതിയിൽ ന്യൂനപക്ഷ ആനുകൂല്യങ്ങളും കൊടുത്ത് നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഹിന്ദു ഭരണാധികാരികളോ ഹിന്ദുക്കളോ പൊട്ടന്മാരായതുകൊണ്ടല്ല എന്ന മിനിമം ചിന്തയെങ്കിലും ഉണ്ടാവട്ടെ എന്ന് പറയേണ്ടതുണ്ട്. എല്ലാ മുസ്ലിങ്ങളും ഇതുപോലെയല്ല, ഞങ്ങളിലും നല്ലവരുണ്ട് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്കുള്ള
ഒരു ചോദ്യമായിട്ടാണ് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത്. ഇത്തരത്തിൽ ഈ പറയുന്ന ഹിന്ദുവിന്റെ മഹാ ഉത്സവമായിട്ടുള്ള മഹാകുംഭമേള നടക്കുന്ന അവിടെ വന്നുകൊണ്ട് ഇവന്റെ ഗുദം പൊക്കിക്കൊണ്ട് ഇവനെ കാണിക്കുന്ന ഈ ശുദ്ധ പോക്രിത്തരം അത് നിങ്ങളുടെ ഇടയിൽ വന്ന് ഞാനോ ഹിന്ദുവോ മുസ്ലിം ക്രിസ്ത്യാനിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം എന്ന് മാത്രം ഇടുകയാണ്. അതുകൊണ്ട് ഇതിനെ ചോദ്യം ചെയ്യാൻ, ചെറുതായിട്ട് ഇത് ചെയ്തത് തെറ്റാണെന്ന് പറയാൻ നട്ടെല്ലുള്ള, അത് പച്ചയ്ക്ക് ജനങ്ങളോട് വിളിച്ചു പറയാൻ നട്ടെല്ലുള്ള ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾക്ക് മുൻപിലേക്ക് വെക്കുകയാണ് ഈ വീഡിയോ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.